പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവർക്കും അറിയാം, വലിയ രീതിയിൽ പ്രേക്ഷകരെ ഏറ്റെടുത്തുകയും ചെയ്തു. നമ്മൾ തൃശ്ശൂരുള്ള കുറച്ച് കുട്ടികൾ ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ലാതെ അവരുടെ കഴിവ് തെളിയിച്ച് പാട്ടുകൾ പാടുന്നു. അപ്പം അവർക്ക് ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല എന്ന് അന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ പോയപ്പോൾ തന്നെ വീഡിയോ കോളിൽ വിളിച്ച് ഒരു സ്പോൺസർഷിപ്പ് വന്നു. എസ് മ്യൂസിക്കിലെ ജെയിംസ് ഏട്ടൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിലാണ് ഞാൻ ഉള്ളത്. ആ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ കുട്ടികളെത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്കാണ് ഞാനിപ്പോൾ കയറുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ്. ഷോപ്പിൽ എല്ലാ ഐറ്റവും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഷോപ്പിലാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുട്ടികളുടെ അടുത്ത് പോകണം, ജെയിംസ് ഏട്ടനോട് സംസാരിക്കണം, എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ ഒരു വാർത്ത കൊടുത്തു. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ മിക്ക ചാനലുകളും വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഞാനുമായിട്ടാണ് ജെയിംസ് ഏട്ടൻ ബന്ധപ്പെടുകയും ഈ വാർത്ത ജെയിംസ് ഏട്ടൻ ശ്രദ്ധയപ്പെടുകയും, ഞാൻ അന്നും പറഞ്ഞ റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത ശ്രദ്ധയപ്പെടുകയും എന്നെ ചോദിക്കും. റിപ്പോർട്ടർ ടിവിയിലെ MD ആയിട്ട് സംസാരിച്ച് ഫോൺ നമ്പർ മേടിച്ച് ഞാനവിടെ പോയി ഷോ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒത്തിരി ആളുകൾ ഇവർക്ക് വേണ്ട എന്ത് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഏറ്റവും ആദ്യം ഇവർക്ക് വേണ്ട എന്ത് ഇൻഷുറൻസും കൊടുക്കാൻ തയ്യാറായി ഒരു നല്ല മനസ്സിൻ്റെ ഉടമ എത്തി. അദ്ദേഹമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ജെയിംസ് ഏട്ടാ, നിങ്ങളുടെ മനസ്സ് ഭയങ്കരമാണ് കേട്ടോ. സന്തോഷം, താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ആ വാർത്ത കണ്ടവർ എന്നെ വിളിക്കുന്നു. ഞാൻ പിറ്റേ ദിവസം ഇവരുടെ വീട്ടിലേക്ക് പോയി ഇവരെ പോയിട്ട് ഒരു അതെനിക്ക് തോന്നുന്നു നമ്മുടെ പല പേജുകളിൽ 3 മില്യൺ 4 മില്യൺ അടിച്ചു. എത്രയോ പേരുകളാണ് എന്നെ വിളിച്ചത്. ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചു ഈ കുട്ടികളുടെ പെർഫോമൻസ്. അപ്പം അന്ന് പറഞ്ഞ വാക്ക് ഇന്ന് പാലിക്കുകയാണ് അല്ലേ? തെളിവ് സഹിതം. അതെ അതെ, എല്ലാവർക്കും കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ, എന്തൊക്കെ ഐറ്റമാണ് കൊടുക്കുന്നത്? ഇവർക്ക് മെയിനായിട്ട് ഡ്രംസ്, പിന്നെ കോങ്കോ ഡ്രം, ഡോലക്ക്, സ്നയർ ഡ്രം. ഇപ്പം എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഹെവി ആയിപ്പോയി. ഇപ്പോൾ പാട്ട് കുറവാ കേൾക്കുന്നുള്ളൂ. ഇവർ പെർഫോം ചെയ്യുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്ന് മാത്രം. എല്ലാവരുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാത്ത ആളുണ്ട്. നോക്കി ഒക്കെ റെഡി ആയിട്ട് നിൽക്കണം. ഉണ്ട്. കാരണം എനിക്കത് എൻ്റെ മനസ്സിന് ഫീൽ ചെയ്ത്, ഞാൻ പ്രൊഫഷണൽ ഡ്രമ്മറാണ്. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ചുമരിൽ ചിത്രം വരച്ചിട്ട് ഞാനിങ്ങനെ ഒട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഏകദേശം വായിക്കാൻ ഫീൽഡ് ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം. തീർച്ചയായിട്ടും അത്തരം ഒരു നല്ല മനസ്സാണ് എന്നെയും ചേട്ടനിലേക്ക് അടുപ്പിച്ചത്. നമ്മളതിന് പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടും. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് വീഡിയോ കോളിൽ കുട്ടികൾക്ക് അന്നുണ്ടായ ആ കണ്ണിലെ ഒരു സന്തോഷമുണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തതാണ്. പക്ഷെ നമ്മൾ മഴയായതുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് വരാൻ. നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു അല്ലേ? കുട്ടികളെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടു? അടിപൊളി സൂപ്പറാണ്. ഒരു ട്രെയിനർ അതെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ഇവര്. അവസരങ്ങൾ കൊടുക്കുക, മനസ്സിലായോ? നമുക്കതല്ലേ, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇവര്. അപ്പൊ നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. തീർച്ചയായിട്ടും ഞാൻ ഒരു പാട്ടിന് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ എനിക്കത് ഇമ്പോർട്ടന്റ് കൊടുക്കരുത്. കാരണം ഈ ചെണ്ട ഞാൻ ഇവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ജെയിംസ് ഏട്ടനെ പോലെയുള്ള മനസ്സുള്ളവരാണ് നമ്മൾ മലയാളികൾ കാണേണ്ടത്. ഇത്രയും മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഈ വളർന്നു വന്ന കലാകാരന്മാർക്ക് ഒരു എന്തെങ്കിലും കിട്ടിയെന്ന്. ഇനി ഇവർക്ക് വേണ്ടത്, എൻ്റെ അറിവിൽ വേണ്ടത് ഇനി സൗണ്ട് സിസ്റ്റമാണ് കേട്ടോ ജെയിംസ് ഏട്ടാ. സൗണ്ട് സിസ്റ്റം അത് ചെന്നൈയിൽ നിന്ന് വിളിച്ചവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ ഇൻ്റർവ്യൂത്തിൻ്റെ നമ്പർ കൊടുത്ത് അവരെ വിളിച്ചു. അപ്പോൾ അവർക്ക് സൗണ്ട് സിസ്റ്റം, ഇപ്പോൾ നേരത്തെ പാട്ട് ഡൗൺ ആണ്, സൗണ്ട് സിസ്റ്റം കൊടുക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണ് മലയാളികൾ നമ്മൾ പ്രളയവും നിപ്പയും ഒക്കെ മറികടന്നാണ് അല്ലേ? മലയാളികൾ ഒന്നിച്ചു പിടിച്ചാൽ എല്ലാം നമുക്ക് നേടുമെന്നതിൻ്റെ തെളിവാണ്. എന്തായാലും നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രമ്മറുടെ അടുത്തുനിന്ന് പോകണം. കാരണം ഇവൻ്റെ മുടിയും സ്റ്റൈലും, ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഹാപ്പിയാണോ? എങ്ങനെയുണ്ട്? ഭയങ്കര വലിപ്പമൊക്കെ അല്ലേ? മറ്റേ ഒതുങ്ങിയിരിക്കുമായിരുന്നു. സ്വന്തമായിട്ട് പഠിച്ചെടുത്തിട്ട് ഇനി ഇതിലെ നിങ്ങൾ പൊളിക്കും. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ കിട്ടുമെന്നൊക്കെ? അന്ന് ഞാൻ വന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും പ്രതീക്ഷിച്ചില്ല. അത് കിട്ടൂ, കൈ കിട്ടിയാലും നമുക്ക് ഉറപ്പിക്കാൻ അല്ലേ? ആ ചിരിയിലുണ്ടല്ലോ ആ ചേട്ടന്റെ ഒരു മനസ്സല്ലേ? എല്ലാവരുടെ അടുത്തും പറഞ്ഞോ നമ്മൾ ഇതൊക്കെ വാങ്ങാൻ പോവാന്ന്? ഇനി അവിടെ പോയിട്ട് ഒരു ആഘോഷമില്ലേ? ആഘോഷത്തിന് ഞാൻ വരണ്ടേ അവിടെ? പറഞ്ഞോന്ന് ഉറപ്പിച്ചു പറഞ്ഞേ. അപ്പൊ ഞാനിവിടെ ആഘോഷത്തിന് പോകണ്ട്. നമ്മുടെ കലാകാരൻ ഇവിടെ ഉണ്ട് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. പൊളിയാണോ? എന്താ കയ്യിലിരിക്കണ? പേരൊക്കെ അറിയാല്ലേ? ആ ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നോ? കൂളിംഗ് ഗ്ലാസ് എവിടെ നിന്ന് ഒപ്പിച്ച? വീട്ടിൽ നിന്ന് ആരാ തന്ന? അമ്മ തന്നു. ഇന്ന് എങ്ങനെയുണ്ട് ഇവിടെ ഒന്ന് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നീ ഉമ്മ നന്നായിട്ട് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് പറയാം.
മതിയോ? ഒരൊറ്റ ഒന്ന് താളം പിടിച്ചേ, എങ്ങനെയുണ്ട് നോക്കട്ടെ. ആ ഒറ്റ കൂടെ കൈ ചെറുതായതുകൊണ്ട് അത്രയും സൗണ്ടൊക്കെ വരുള്ളൂ അല്ലേ? പൊളിക്കണ്ട നമുക്ക്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, ഈ കുട്ടികളൊക്കെ സന്തോഷത്തിലാണത്. അന്ന് ഏറ്റവും പുറകിലായിരുന്നു, ഇന്ന് ഫ്രണ്ടിൽ കയറി. ശരിയല്ലേ? അന്ന് പുറകിലായിരുന്നു, നമുക്ക് കാണാം. ഇന്ന് ഫ്രണ്ടിലിരിക്കുകയാണ്. എന്താ ഇതായതുകൊണ്ട് ഫ്രണ്ടിലാണ് ഇരിക്കണത്? അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ പുറകിലേ, ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അന്ന് എനിക്ക് എന്താണ് വയലിൽ നമ്മളൊന്ന് കണ്ടില്ല, അന്ന് ഞാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു അല്ലേ? വന്നിട്ടില്ല. ഇത് പഠിച്ചിട്ടുണ്ടോ? അപ്പം ഓക്കെ അല്ലേ? നമുക്ക് പൊളിക്കണ്ടേ? അപ്പം മലയാളികൾ എവിടെയുണ്ടോ, മലയാളികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ച കൂട്ടരാണ് ഈ കുട്ടികൾ. നമ്മളെ മലയാളത്തിലെ എല്ലാ ചാനലുകാരും ഈ വാർത്ത പുറം ലോകം കാണിച്ചതാണ്. അതിൻ്റെ പേരിൽ പക്ഷേ നമ്മളൊരു നിമിത്തമാകുമ്പോൾ നമുക്കതിനകത്ത് ഒത്തിരി സന്തോഷമാകുന്നു. ആ നിമിത്തമായതാണ് ഇന്ന് ഇവിടെ ഇപ്പം നമുക്ക് നിൽക്കാൻ കിട്ടുന്നത്. ജെയിംസ് ചേട്ടനെ പോലെ മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ ഇവർക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റും. ഇനി ഇവർക്ക് വേണ്ടത്, ഞാൻ ഇപ്പോഴും പറഞ്ഞു, എന്നെ ചെന്നൈയിൽ നിന്ന് വിളിച്ചത്, ഇവർക്ക് ഇനി വേണ്ട സൗണ്ട് സിസ്റ്റമാണ്. ആ സൗണ്ട് സിസ്റ്റവും നിങ്ങൾക്ക് ഉടൻ തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും ഞാൻ. അതിന് സ്പോൺസർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം.
സൂപ്പർ 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 സൂപ്പർ. കൊണ്ടില്ല അല്ലേ? മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായപ്പോ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? അന്ന് ഞാൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയപ്പോഴും പ്രതീക്ഷിച്ചില്ലല്ലോ. നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴുള്ള സന്തോഷമായി അല്ലേ? എന്ത് തോന്നുന്നു ഈ സമയത്ത്? കൊറേ നാളത്തെ ആഗ്രഹങ്ങളല്ലേ? കൊറേ നാളത്തെ ആഗ്രഹങ്ങളല്ലേ സഫലമായിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ എവിടെയും പരിപാടിക്കൊക്കെ പോകാമല്ലേ? ഇനി പരിപാടികൾ കുറെ കിട്ടണം. ഇപ്പൊ പരിപാടികളുണ്ടോ? ഇനിയിപ്പോ സ്കൂൾ തുറക്കുവാണ്. സ്കൂൾ പറഞ്ഞാലും പരിപാടിക്ക് പോവല്ലേ? നീ സ്കൂളിൽ പോവോ? ഇനി സ്കൂളിൽ പോവോ പരിപാടിക്ക് പോവോ? രണ്ടും കൂടെ? നീ അന്ന് പാടിയ പാട്ട് ഏതായിരുന്നു? ഓ 2 ലൈനൊക്കെ പാടി. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. അപ്പം ഒത്തിരി സന്തോഷം നമുക്ക് ഈ ടീമിനോടൊപ്പം ചേരാൻ കഴിഞ്ഞാലും സന്തോഷം. ഒന്ന് ഒരു നമ്മുടെ ഈ ഇദ്ദേഹമാണല്ലോ ഈ സംഭവം പുറം ലോകത്തെ അറിയിച്ചത്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. മുന്നേക്കെ ഒരുപാട് ഇതേപോലെ തന്നെ വൈറലായതിനു ശേഷം കുറെ വാഗ്ദാനങ്ങളൊക്കെ വന്നിരുന്നു. അത് വാഗ്ദാനങ്ങളായി മാത്രമേ നിന്നിരുന്നത്. ഇപ്പോൾ അത് ഇവിടെ വന്ന് ജെയിംസ് ചേട്ടാ എസ് മ്യൂസിക്കിൽ ജെയിംസ് ചേട്ടനെ നമ്മൾ വിളിച്ച് തന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവർക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആ സംഭവങ്ങളാണ്. അത്ര വണ്ടടിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ കിട്ടിയപ്പോൾ അവർ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി പറയുന്നുണ്ട് ആൾക്ക് തന്നെ ജെയിംസ് ചേട്ടൻ. അല്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും വൈറലായ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. എത്ര വർഷമായിരുന്നു? 2 വർഷം മുമ്പ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതുവരെ വാഗ്ദാനങ്ങൾ ഒതുങ്ങിപ്പോയ സംഭവമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മുടെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം അതിൽ സന്തോഷമായില്ലേ? ഇനി നമുക്ക് വേണ്ടത് സൗണ്ട് സിസ്റ്റം ആണ് അല്ലേ? അപ്പൊ സൗണ്ട് സിസ്റ്റം നമുക്ക് ഇപ്പോൾ ഓഫർ വന്നിട്ടില്ലേ? ആരാണ് വിളിച്ചത്? ചെന്നൈയിൽ ചെന്നൈന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് നമ്പർ കൊടുത്തു. അപ്പോൾ അതും കിട്ടുമല്ലോ. അത് നമുക്ക് ഒരു പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്ത് തരും. പൈസക്കുള്ള ഒരു പ്രോഗ്രാം. ഞാൻ സ്ഥലം ഇപ്പോൾ പറയുന്നില്ല. പൈസ മുടക്കി നിങ്ങൾക്ക് പൈസ തരുന്ന ഒരു പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോയും ചേട്ടാ. ഈ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ച് പോരെ? നമ്മളൊരു സിനിമയുടെ ഒരു പരിപാടിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തിക്കേണ്ട ഒരു പരിപാടി. ഓക്കെ, അത് നമ്മൾ ചെയ്തു. അതും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം ഒത്തിരി സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇങ്ങനെയുള്ള മനസ്സുകളുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള ഈ ചെറിയ ചെറിയ കലാകാരന്മാർക്ക് വളരാൻ കഴിയും. ഞാനും ഹാപ്പിയാണ്. കാരണം നമ്മൾ ചെയ്ത വാർത്തയിൽ ഇത്രയും സംഭവങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളും ഹാപ്പിയാണ്. ഒത്തിരി ആളുകൾ ഇന്ന് സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെയ്ത ഒത്തിരി ചാനലുകൾ സപ്പോർട്ട് ചെയ്തു. ഇവരെല്ലാവരും നന്ദിയോടുകൂടി ഓർക്കുന്നു. പക്ഷേ വാഗ്ദാനങ്ങൾ ഒതുങ്ങുന്നില്ല. സംഭവം ഇവർക്ക് ലഭിച്ചപ്പം ഇവരും ഹാപ്പി. അപ്പം പോകട്ടെ. എല്ലാവർക്കും